നരച്ച മുടിയും കട്ടക്കറുപ്പാക്കാനും അതുപോലെ തന്നെ നല്ല തലയ്ക്ക് നല്ല കുളിർമ നൽകാനും ഈ ചൂട് കാലത്ത് തേക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂപ്പർ സാധനമായിട്ട് സൂത്രമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ഇതൊന്ന് തലയിൽ തൊട്ടാൽ മതി എത്ര നരച്ച മുടിയും നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന നമ്മുടെ അടുക്കളയിലുള്ള ഈ സൂത്രം മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മുടെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയും നമുക്ക് ഒരു ചകിരിനാര് പോലെ കിടക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ മാറാനുള്ള അടിപൊളി ടിപ്പാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വേണ്ടത് ബ്രൂ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബ്രൂ ആണ് എടുത്തേക്ക്. ഇതിൻ്റെ 1 ടീസ്പൂണാണ് നമുക്ക് വേണ്ടത്. ഈ ബ്രൂ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ താൽക്കാലികമായി ഇരുണ്ട നിറം നമ്മുടെ മുടിക്ക് നൽകാൻ സഹായിക്കുന്നു. അതുപോലെ മുടി നല്ല തിളക്കമുള്ളതും ആക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള ബ്രൂവിൻ്റെ പൊടി എടുക്കുക. ഇപ്പോൾ സാധാ കാപ്പിപ്പൊടിയെക്കാട്ടും നല്ലത് ബ്രൂ ആണ്, ഇല്ലെങ്കിൽ കാപ്പിപ്പൊടി എടുത്താലും മതി കേട്ടോ. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു സൂത്രങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. മുടി കിളിർക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ താരന്, പിന്നെ മുടി കൊഴിച്ചിൽ, ഇതൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് കുറച്ച് എടുക്കണം കേട്ടോ. ഇപ്പോൾ 1.5 ടീസ്പൂണോളം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മുടി നരച്ചിട്ടുള്ളത്, മുടി പൊരിച്ചിലൊക്കെ ഉള്ളത്, അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ. നരച്ച മുടി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 സാധനം കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിലായിട്ട് ഒരുപാട് ലൂസ് ആകുന്ന രീതിയിലൊന്നും എടുക്കരുത്. ഇച്ചിരി കട്ടിക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് തൈരാണ്. മെയിനായിട്ട് 1 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ എടുത്തോളൂ, വളരെ നല്ലതാണ്, മുടിക്ക് നല്ലതാണ് തൈര്. അതുപോലെ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ് കേട്ടോ. 1 ടീസ്പൂൺ ഓയിലും കൂടാണ് ചേർക്കുന്നത്. ഇത് മാത്രം മതി, നമ്മുടെ മുടിക്ക് വളരെ നല്ല സംരക്ഷണം നൽകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഓയിൽ തലച്ചർമ്മം നനവോടെ സൂക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുടി നല്ല മൃദുവാക്കി തരും. അതുപോലെ തൈര് ഡ്രൈ ആയ മുടിക്ക് നല്ലൊരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. മുടി സിൽക്കി ആകാനും സഹായിക്കുന്നതാണ്. അതുപോലെ അലോവേര ജെൽ സ്കാൽപ്പ് നല്ല തണുപ്പിക്കുകയും ചെയ്യും. അതുപോലെ ചൊറിച്ചിൽ കുറയ്ക്കാനും മുടി നല്ല സ്മൂത്ത് ആക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് നരച്ച മുടി നമ്മൾ കട്ട കറുപ്പാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. മുടി നല്ലപോലെ സ്ഥിരമായിട്ട് ഡാർക്ക് ഷെയ്ഡിലേക്ക് നരച്ച മുടി വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല ആരോഗ്യമുള്ള മുടിയായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് മുടി എത്ര ഉണ്ടോ അത് നല്ല ആരോഗ്യമായിട്ടിരിക്കും. അതുപോലെ തിളക്കമുള്ളതായിട്ടും തോന്നാൻ സഹായിക്കുന്നതുമാണ്. അപ്പോൾ ഇത് മാത്രം ഈ ചൂട് കാലത്ത് നല്ലൊരു തണുപ്പും എല്ലാവർക്കും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ, അതുപോലെ തന്നെ തൈര്, കോഫി പൗഡർ, പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും സാധനമാണ്. അലോവേര ജെൽ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനിരുന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മുടെ തലയിലേക്ക് എണ്ണമയം ഇല്ലാത്ത മുടിയിലേക്ക് തന്നെ അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് എപ്പോഴാണ് സമയമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറാണെങ്കിലും വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു കളറാണ്. കുറച്ച് നേരം വെക്കണം. ഒരുമാതിരി ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഇത് വരുന്നത് കാണാൻ പറ്റും. അത് കറുത്ത, അപ്പോൾ ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ പെട്ടെന്ന് ഇത് ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ. ഇതാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ തലയിലും കുട്ടിയുടെ തലയിലൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ഹെയർ, നെറ്റിയുടെ സൈഡിലെ ചെറിയ ചെറിയ ഹെയറിനൊക്കെ ചെറിയ രീതിയിലൊക്കെ നര വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നരച്ചുമുടി നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. വളരെ നല്ലതാണ്. അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കഴുകി കളയുന്നത്.
ഇപ്പോൾ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം മുടിയൊക്കെ നരയ്ക്കാണ്ട് ഫുഡ് വെളിയിൽ നിന്നിട്ട് ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പൈപ്പ് കണക്ഷനുള്ള വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്നതൊക്കെയാണ് കുട്ടികളുടെ മുടിയൊക്കെ നരയ്ക്കാനുള്ള കാരണം. മുടിയൊക്കെ കഴുകുമ്പോൾ പൈപ്പ് വെള്ളത്തിലൊക്കെ കഴുകുമ്പോൾ മുടിയൊക്കെ നല്ലപോലെ പൊഴിയുകയും അതുപോലെ തന്നെ നല്ലപോലെ നരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വരെ മുടി നരയ്ക്കുന്നപ്പോൾ ഉണ്ട്. എല്ലാവരും നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ തലയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് തന്നെയാണ് ഞാനിത് കഴുകി കളയുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസൾട്ട് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അത് ഒഴുകി തലയിലൊന്നും ഒഴുകി കിടക്കില്ല. കാര്യം നമ്മൾ അലോവേര ജെല്ല് ചേർത്തിരിക്കുന്ന കാരണം നല്ല സ്റ്റിക്കി ആയിട്ട് മുടിയിരിക്കും കേട്ടോ. പിന്നെ കഴുകിയതിന് ശേഷം എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മുടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടിയിൽ ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മുടിക്ക് ഒത്തിരി വേനൽക്കാലം ആയത് കൊണ്ട് ഒരുപാട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെട്ടി ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. അതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ മുടി കിളുക്കാൻ സഹായിക്കുന്നുണ്ട്. നല്ലപോലെ ഇത് ഡ്രൈ ആയിട്ടിരുന്ന മുടിയാണ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട്, തിളക്കമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.